വണക്കം. കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത മത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമനേയി, ഈ ആയത്തുള്ള ഖമനേയി ബങ്കറിനകത്ത് ഇസ്രായേലിനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ പേടിച്ച് ഒളിച്ചിരുന്ന ആയത്തുള്ള ഖമനേയി പുറത്തു വന്നു. 5 വർഷങ്ങൾക്ക് ശേഷം അയാൾ ഒരു സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തു. ആ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രായേൽ എന്ന് പറയുന്നത് രക്തദാഹിയാണ്, അമേരിക്ക എന്ന് പറയുന്നത് വേട്ടപ്പട്ടിയാണ്. പോരാത്തതിന് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രക്തദാഹിക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരും ഒന്നിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഖമേനി പുറത്തിറങ്ങി തൻ്റെ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇസ്രായേലിന് ഇത്രയൊന്നും കിട്ടിയാൽ പോരെന്നും, ഇസ്രായേലിന് ഇപ്പോൾ ഇറാൻ കൊടുത്തിരിക്കുന്ന ശിക്ഷ വളരെ ചെറുതാണെന്നും, ഇനി ഇതിലും വലിയ ശിക്ഷ ഇസ്രായേലിന് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് ആയത്തുള്ള ഖമേനി പറഞ്ഞത്. എന്തായിരുന്നാലും പലതരം ഇരക്കലുകൾ കണ്ടിട്ടുണ്ട്. ഇത് അടിമേടിച്ച് പിടിക്കാനായിട്ട് ഇരക്കുന്ന ഒരാളെ ആദ്യമായിട്ട് ലോകരാഷ്ട്രങ്ങൾ കാണുകയാണ്. ഈ പാണ്ടി ലോറിയുടെ മുമ്പിൽ മസ്ലിം വിരിച്ചിരിക്കുന്ന തവളയെ പോലെയായിരുന്നു ഇയാൾ ഇന്നലെ അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സുഡാപ്പികൾ ഈ പ്രസംഗം കണ്ട് കോരിത്തരിച്ചു. അതേസമയം ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി ഉടനെ പടവാകുമെന്ന്. കാരണം ഇങ്ങനെയൊക്കെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയാൽ ഇസ്രായേൽ വെറുതെ വിടാൻ പോകുന്നില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിലേക്ക് കുറേ മെസ്സൈലുകൾ അയച്ചു. അതവിടെയുള്ള മരിച്ചീനി വിളയിലും അവിടെ ഇവിടെയൊക്കെ വന്ന് വീഴുന്നു. അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിക്കുമോ ഇല്ലയോ എന്നറിയാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള പെഷസ്കിയാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെഷസ്കിയാൻ പറഞ്ഞത്, ഞങ്ങൾ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് തിരിച്ചടിച്ചത്, ഞങ്ങൾ ഒരാക്രമണം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇയാൾ കീലേരി അച്ചൂനെ പോലെ പുറത്തു വന്നിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ കൊടുത്ത ഇതൊക്കെ ചെറിയ ഡോസ്, ഇനി ഇതിലും വലിയ ഡോസ് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് നെയ്മാർക്കായിരിക്കും അത് കിട്ടാൻ പോകുന്നത് എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന പെഷസ്കിയാൻ ചിലപ്പോൾ ആലോചിച്ച് പോയി കാണും. നീ ഇത് എന്തിനൊക്കെയാണ് ഈ പറയണത്? നിന്റെ നാക്കിന് വല്ല ലൈസൻസും ഉണ്ടാ? ഞാൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഇവിടെ ഒതുക്കി തീർക്കാൻ നോക്കുമ്പോൾ അവൻ മതവും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് നിന്നിട്ട് പറയാണ് ഇസ്രായേലിനെ തൂക്കും, ഇസ്രായേലിനെ അങ്ങ് പുകച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നായിരിക്കും ചിലപ്പോൾ പെഷസ്കിയാൻ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പം മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ഇയാൾ പറഞ്ഞതിൽ ഏറ്റവും അധികം ചർച്ചയായപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ GCC കൺട്രീസ് മുഴുവൻ ഒന്നിക്കണം എന്നുള്ള പ്രസ്താവന. അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ ഏതൊക്കെയുണ്ടോ അവരെല്ലാവരും ഒന്നിക്കണം എന്നാണ് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. GCC രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ ഒന്നിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇറാന് ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇറാനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ടർക്കി എന്ന് പറയുന്ന രാജ്യം. ഈ ടർക്കി എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ളൊരു രാജ്യം എന്ന് പറയുന്നത്. ഈ ഈ ഖലീഫ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ അവിടെയാണല്ലോ ഉണ്ടായത്. ഈ ഖലീഫയൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ, ഈ ഒട്ടോമൻ എംപയറൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ചരിത്രമുറങ്ങുന്ന ഒരു നാടാണ് തുർക്കി എന്ന് പറയുന്നത്. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണ്? തുർക്കി എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗമാണ്. നാറ്റോ ഭരിക്കുന്നത് ആരാണ്? അമേരിക്ക. അതുകൊണ്ട് തുർക്കി പോലും ഇറാൻ അടി കിട്ടിയാൽ ആ അടിയും നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും തുർക്കിയുടെ ആ കാര്യം നമുക്കങ്ങോട്ട് മാറ്റി നിർത്താം. നമുക്കിനി നേരെ സൗദി അറേബ്യയിലേക്ക് വരാം. ഇസ്ലാമിൻ്റെ അതായത് ഇസ്ലാം ഉത്ഭവിച്ച രാജ്യമാണ് ഈ സൗദി അറേബ്യ എന്നാണല്ലോ പറയപ്പെടുന്നത്. ആ സൗദി അറേബ്യയുടെ സ്ഥിതി എന്താണ്? സൗദി അറേബ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 6-7 ദിവസം പിന്നിലേക്ക് പോകണം. ഈ 6-7 ദിവസം പിന്നിലേക്ക് പോകുമ്പോൾ അവിടെ MBS, അതായത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ക്രൗൺ പ്രിൻസ്, ഇപ്പോൾ അദ്ദേഹമാണ് സൗദി അറേബ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ എങ്ങനെയെങ്കിലും ആ രാജ്യത്തിനെ മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? സൗദി അറേബ്യ കുറച്ചുകൂടെ ലിബറൽ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാം എന്നുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. സൗദി അറേബ്യയിൽ മെയ് മാസം, അതായത് കഴിഞ്ഞ മെയ് മാസം 24-ാം തീയതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വെള്ളിയാഴ്ച
ആഴ്ച ഒരു ഫാഷൻ പരേഡ് നടന്നു. സ്വിം സ്യൂട്ട് ഇട്ടുകൊണ്ട് സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അർദ്ധനഗ്നരായിട്ടുള്ള തരുണീ മണികൾ നടന്ന് നീങ്ങുന്ന റാമ്പ് വാക്കാണ് അവിടെ നടന്നത്. ഇതിനൊക്കെ അദ്ദേഹം അനുമതി കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് മദ്യം സൗദി അറേബ്യയിൽ കൊണ്ടുവരാനും ലൈസൻസ് ഉള്ളവർക്ക് മദ്യപിക്കാനുള്ള അവസരം അവിടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സൗദി അറേബ്യ മുഴുവനായിട്ടും പുരോഗമനപരമായിട്ടുള്ളൊരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ ഒരു മതരാജ്യമാണെന്ന് നമുക്കറിയാം. അവിടെ മത പോലീസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ മത പോലീസിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. ഇതൊക്കെ അദ്ദേഹം ചെയ്യാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സൗദി അറേബ്യ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും MBS ഒരു ഭയത്തിൽ കൂടെയാണ്. അതായത് MBSനെ തട്ടിക്കളയാനുള്ളൊരു നീക്കം സൗദി അറേബ്യക്കകത്തുനിന്ന് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഡിജിറ്റൽ മാധ്യമമായിട്ടുള്ള പൊളിറ്റിക്കോ ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തു. അമേരിക്ക പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് അമേരിക്ക സൗദി അറേബ്യയോട് പറഞ്ഞത്. ഈ സൗദി അറേബ്യയുമായി ഇസ്രായേലിന് അന്തർധാരയിൽ നല്ല ബന്ധമുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യയുമായി ഇസ്രായേലിന് അന്തർധാരയിൽ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്ന് ചോദിക്കരുത്. അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. കാരണം സൗദി അറേബ്യ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങളെ കൊന്നാലും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അങ്ങനെയുള്ളൊരു രാജ്യം ഒരിക്കലും ഈ ഇറാൻ്റെ വാക്കുകൾ കേൾക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയുടെ MBS ആന്റണി ബ്ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആന്റണി ബ്ലിങ്കനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ MBS പറഞ്ഞത്, ഞാൻ പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് പേഴ്സണലായിട്ട് യാതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും, പാലസ്തീനിലെ ജനങ്ങളുടെ സുരക്ഷയായിരിക്കും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ല, എൻ്റെ രാജ്യത്ത് ഏവനെങ്കിലും ഒരുത്തൻ പാലസ്തീൻ എന്ന് പറയുന്ന വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവനെ തട്ടി തോളി കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. പാലസ്തീൻ എന്നല്ല, ഹമാസ് എന്നല്ല, എന്തെങ്കിലും വാക്ക് സൗദി അറേബ്യക്കകത്ത് നീയൊക്കെ ഉച്ചരിച്ചാൽ, അവന്മാർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥന നീയൊക്കെ നടത്തി കഴിഞ്ഞാൽ, അവന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ജാഥകളോ റാലികളോ നടത്തിക്കഴിഞ്ഞാൽ, മക്ക മദീനയിൽ പോയി പാലസ്തീൻ്റെ കൊടി ഉയർത്തി കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ അണ്ടം വലിച്ചു കീറി ഞാൻ അടുപ്പിനകത്ത് വയ്ക്കും എന്നാണ് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ രാജ്യം ജനാധിപത്യപരമായിട്ടുള്ള രാജ്യമാണ്. ഹമാസിൻ്റെ നേതാവിനെ നമ്മളിവിടെ കൊണ്ട് പ്രസംഗിപ്പിക്കും എന്നിട്ട് ഹമാസിൻ്റെ തട്ടിപ്പോയ ഇസ്മയിൽ ഹനിയ നമ്മുടെ ഓട്ടോയുടെ പുറകിൽ എഴുതി വയ്ക്കും, ഒസാമ ബിൻ ലാദനെ കുറിച്ച് കവിത എഴുതും. അങ്ങനെ ജനാധിപത്യം പൂത്തുലയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സൗദി അറേബ്യ വേറെ ഏകാധിപത്യ രാജ്യം, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കട സുഡാപ്പി. എന്തായിരുന്നാലും ഇത് കണ്ട് മുഴുവനായിട്ട് കുഴി കൊട്ടാൻ പോകുന്നത് സുഡാപ്പികൾക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെയും സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാനെ കുറിച്ചുള്ള വാർത്തകൾ ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടത് യവം മുടിഞ്ഞു പൊണ്ടാലടങ്ങണേ എന്നുള്ള രീതിയിലാണ് കമൻ്റ് ഇട്ടത്. എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ സുഡാപ്പി, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു രാജ്യം വികസിക്കാനായിട്ട് പോകുമ്പോൾ എന്തിനാണ് ആ രാജ്യത്തിൻ്റെ നവീന ശിലായുഗത്തിലേക്ക് പിടിച്ച് താഴ്ത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാർത്തയിലേക്ക് തിരിച്ചു വരാം. സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ മോസ്കുകളിൽ പാലസ്തീനെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രസംഗം നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ കഥ ഖത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സാക്റ്റ് വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ സൗദി അറേബ്യൻ പ്രിൻസ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. ആ രാജ്യത്തെ ജനങ്ങൾ സന്തുഷ്ടരാണോ? ആ രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം, വസ്ത്രം, നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടോ? ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുണ്ടോ? ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ കണ്ട അണ്ടൻ്റെ അളവോടൻ്റെയും കാര്യമൊന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് സൗദി അറേബ്യൻ പ്രിൻസ് നല്ല വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള അറബി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതുമാണ്. പിന്നെ സൗദി അറേബ്യൻ പ്രിൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫലസ്തീനുമായുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പരസ്യ പ്രകടനങ്ങളെ നിരോധിക്കുന്ന നയങ്ങളാണ് സൗദി അറേബ്യൻ പ്രിൻസ് അവതരിപ്പിച്ചത്. ഫലസ്തീനെ പിന്തുണച്ച് പ്രത്യേകിച്ച് വിശുദ്ധ നഗരമായ മക്കയിലും മദീനയിലും പ്രഭാഷണങ്ങൾ നടത്തുന്നതിനോ പ്രാർത്ഥന നടത്തുന്നതിനോ രാജ്യത്തുടനീളമുള്ള ഇമാമുമാർക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിൽ നിന്ന് പൗരന്മാരെ വിലക്കുന്നതും ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള വർദ്ധിച്ചു വരുന്ന നയതന്ത്ര ബന്ധങ്ങൾക്കിടയിൽ ആഭ്യന്തര വിയോജിപ്പുകൾ കുറയ്ക്കുന്നതിനും പാശ്ചാത്യ പ്രാദേശിക പങ്കാളികളുമായുള്ള രാജ്യത്തിന്റെ ബന്ധം നിയന്ത്രിക്കുന്നതിനുമായുള്ള വിശാല തന്ത്രത്തിന്റെ ഭാഗമായാണ് പാലസ്തീൻ അനുകൂല ആക്ടിവിസത്തിനെതിരായ ഈ അടിച്ചമർത്തൽ സൗദി അറേബ്യ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സുപ്രധാനമായിട്ടുള്ള നയമാറ്റം പല തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നിരവധി അറബ് പൗരന്മാർ ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതായിട്ടും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MBS കുറിച്ച് പറയുകയാണെങ്കിൽ 2017 അദ്ദേഹം അവിടെ വന്നതിന് ശേഷം സൗദി അറേബ്യയിൽ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൗദി അറേബ്യ നേരത്തെ വലിയൊരു മതരാഷ്ട്രമായിരുന്നെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ എന്തിനു പറയുന്നു, സൗദി അറേബ്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് അറിയാം ഇനി പെട്രോളൊക്കെ കത്തി തീരാനായിട്ട് പോവുകയാണ്. പെട്രോൾ ഇനി ഇല്ല. പെട്രോളിൻ്റെ ഒരു വിപണി എന്ന് പറയുന്നത് ഈ വരുന്ന ഒരു 10, 15, 20 കൊല്ലത്തിനകം തീർന്ന് പണ്ടാരമടങ്ങും. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടുന്നില്ല. പെട്രോളിന് എല്ലായിടത്തും ഒരേ വിലയാണ്. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയ വിപ്ലവത്തോടു കൂടി ചൈന പെട്രോളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു നിൽക്കുകയാണ്. ഇന്ത്യയിലും വരുന്ന ഒരു 10 കൊല്ലത്തിനകം മുഴുവനായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാവും എന്നറിയാം. അതോടുകൂടി 150 ഒരു 300 കോടി ജനങ്ങളുടെ മാർക്കറ്റ്, 700 കോടി ജനങ്ങളെ ഉള്ളൂ ലോകത്ത്, അതിൽ 300 കോടി ജനങ്ങൾ പെട്രോൾ ഉപയോഗിക്കാതെ. പിന്നെ പെട്രോളിയം പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. ആ പെട്രോളിയം പ്രോഡക്ട്സ് എന്താണ്, അത് നമുക്ക് റിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ പെട്രോളിയം പ്രോഡക്റ്റ് റിഫൈൻ ചെയ്യാനുള്ള ആ ഒരു വ്യവസായശാല എവിടെയാണുള്ളത്? നമ്മുടെ ഇന്ത്യയിലാണ്. അംബാനിയുടെ ജാംനഗർ റിഫൈനറിയാണ് പെട്രോളിയം പ്രോഡക്ട്സ് റിഫൈൻ ചെയ്യാനുള്ളത്. അവിടെ വന്ന് സൗദി അറേബ്യയ്ക്ക് മുട്ടി നിൽക്കേണ്ടി വരും. ഇങ്ങനൊരു സാഹചര്യത്തിൽ സൗദി ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് പുതിയൊരു വരുമാന സ്രോതസ്സ് കണ്ടെത്തണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് ആൾക്കാർ വരണം, നിക്ഷേപം വരണം, ടൂറിസം വരണം. അതിന് ഈ മതവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് 2023 അല്ലെങ്കിൽ 2022 തോന്നുന്നു, ഈ ഒരു സമയത്ത് ഇസ്രായേലും സൗദിയുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ളൊരു ശ്രമം തുടർന്നു. പക്ഷെ പല രാജ്യങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഈ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള വലിയ രീതിയിലുള്ള ആ ഒരു ലക്ഷ്യം സൗദിയും ഇസ്രായേലുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇസ്രായേലിനും ആഗ്രഹമുണ്ടായിരുന്നു സൗദി അറേബ്യയുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഈ പാലസ്തീനിലുള്ള ഹമാസുകാർ ഇത് മണത്തറിഞ്ഞ് അങ്ങോട്ടേക്ക് മിസൈൽ അയച്ചത്. അതോടുകൂടി ഇസ്രായേലും സൗദി അറേബ്യയും അകലുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ അന്തർധാരയിൽ സൗദി എപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ സൗദിക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇന്റർനാഷണൽ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം, സൗദി അറേബ്യ ഒരു മതരാജ്യമാണ്. ആ രാജ്യത്തെ മതം തന്നെ ലോകത്ത് ടെററിസം പടർത്തുന്നു എന്നുള്ളത് സൗദി അറേബ്യയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സൗദി അറേബ്യയിലെ മെക്ക മദീനയിലോട്ട് വരെ ഇവന്മാർ മെസ്സേജ് അയക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇസ്രായേലാണ് സൗദി അറേബ്യയിലേക്ക് മെസ്സേജ് അയക്കുന്ന ഈ ഹൂത്തി വിമതരെല്ലാം അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയാണ് അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് പണ്ട് മുതലേ ഇസ്രായേലിനോട് സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അയത്തുള്ള ഖൊമേനി എന്ന് പറയുന്നവൻ ഒറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒരു രാജ്യവും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ മാത്രമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇന്ത്യ ലോക സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ ഇറാനെയും സപ്പോർട്ട് ചെയ്യും, ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് യുദ്ധം ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ യുവന്മാരാണ് ഇന്ത്യയിൽ കുറച്ച് നാൾ മുമ്പ് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് വായിട്ടടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരില്ല. ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ നിങ്ങളുടെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും എന്നുള്ള കാര്യം. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.